കനത്ത മഴയിൽ മധ്യകേരളത്തിലെ വിവിധ ജില്ലകളിലും വലിയ നാശനഷ്ടമുണ്ടായി. ഇടുക്കി ചെമ്മണ്ണാറിൽ മരമൊടിഞ്ഞ് വീണ് 3 വയസ്സുകാരന് പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലും കോട്ടയം ജില്ലയിലെ 15ഓളം വീടുകൾ തകർന്നു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രം മുങ്ങി. ഇന്നലെയുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടമാണ് മധ്യകേരളത്തിലുണ്ടായത്. ഇടുക്കി ചെമ്മണ്ണാറിൽ ശക്തമായ കാറ്റിൽ വീടിനു മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് 3 വയസ്സുകാരന് പരിക്കേറ്റു. വെള്ളയാംകുടിയിൽ വീടിനു മുകളിലേക്ക് മരം വീണു. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത മഴയിൽ ജില്ലയിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായി. അടിമാലിയിൽ അമ്പലപ്പടി സ്വദേശിയുടെ കിണറിടിഞ്ഞു താഴ്ന്നു. നല്ല തണ്ണിയിലും മുള്ളരിക്കുടിയിലും റോഡിലേക്ക് മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. കല്ലാർകുട്ടി, പാംബ്ല, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. ആലുവയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കെട്ടിടത്തിന്റെ സംരക്ഷണ ഭിത്തി സമീപത്തെ വീട്ടിലേക്ക് ചെരിഞ്ഞു വീണു. പ്രദേശത്തെ 4 വീട്ടുകാരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി. എറണാകുളം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്നും കടലേറ്റം ശക്തമാണ്. കോട്ടയം ജില്ലയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ മഴയിലും കാറ്റിലും 15ഓളം വീടുകൾ ഭാഗികമായി തകർന്നു. നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി നാശനഷ്ടങ്ങളുണ്ടായി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.